ചിത്ര വീണ്ടും ഒരു നാക്കുപിഴയിൽ കുടുങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടറിന്റെ സ്വന്തം അരുൺകുമാർ. അദ്ദേഹം ഇത്തവണ രഞ്ജിത്തിന്റെ നമുക്കറിയാം സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വാർത്ത പറയുന്നതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് നാക്കുടക്കി അല്ല. എന്തായിരുന്നു ആ ഒരു നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായിരുന്നു അരുൺകുമാർ ആ വിഷയവുമായി സംബന്ധിച്ച് പറഞ്ഞത്? രഞ്ജിത്ത് എന്ന് പറയുന്നതിന് പകരം ദിലീപ് എന്നാണ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു ആള് ശീലിച്ചു വന്നിരിക്കുന്നത് ദിലീപ് എന്ന് പറഞ്ഞിട്ടാണല്ലോ. കാരണം ഡ്രോൺ വരെ ദിലീപിന്റെ വീടിന്റെ മുകളിൽ കൂടി പറത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ ഈ അരുൺകുമാർ. അപ്പൊ അതുകൊണ്ട് ശീലിച്ചതായതുകൊണ്ട് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ദിലീപ് എന്ന് പറഞ്ഞത്. ആദ്യത്തെ തവണ പറഞ്ഞു, പിന്നെ അതിനുശേഷം രണ്ടാമത് പറഞ്ഞതിന് ശേഷമാണ് ആള് മാറ്റിയത്. അപ്പോഴും അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇത് ആളെവിടെ നോക്കിക്കൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ. ദിലീപിന്റെ ഒരു അവസ്ഥ. ദിലീപ് ഇനി എന്റെ നെഞ്ചത്തോട്ട് വെക്കും, ഇതെന്റെ കേസല്ല, ഞാനിതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇയാൾ എന്നെ വെറുതെ വിടുന്നില്ലല്ലോ, വീണ്ടും ഇതിപ്പോ കേട്ട എന്താ വിചാരിക്കുക എന്നൊക്കെ ഉള്ള ഒരു രീതിയാണ്. കാരണം ഒന്നാമത് സിനിമയുമായി ബന്ധപ്പെട്ടൊരു കേസ് കൂടെ ആയതുകൊണ്ട് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മതി. ദിലീപിന് എതിരെ വീണ്ടും ഒരു ലൈംഗിക ആരോപണ പരാതിയോ അങ്ങനെയൊക്കെ ഒരു ക്യാപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അരുൺകുമാർ പറയുന്ന കൂടെ ആകുമ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പറയുന്നത് കൊണ്ട് വിശ്വസിക്കും ആൾക്കാർ. വിശ്വാസ രീതി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് അരുൺകുമാർ ശരിക്കും ഒരു നാക്കുപിഴവ് സംഭവിച്ചത്. കുറെ കാലമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറയുന്നത് ദിലീപ് ആയിരുന്നു. അത് ഇങ്ങനെ പറഞ്ഞ് രഞ്ജിത്ത് ഇപ്പോ പെട്ടെന്നല്ലേ വന്നത്. അതുകൊണ്ട് ആ ഒരു ആളെ വേണ്ടത്ര പരിചയമില്ല, ട്രാക്കിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കേസൊന്നും അല്ല രഞ്ജിത്തിൻ്റെത്. പുള്ളി വീണ്ടും ആ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പെൺകുട്ടിക്ക് അഭിനയം അത്ര പോരാ. അതെ, അഭിനയം അത്ര പോരാ, അവൾ എന്നെ കയറി കടന്നു പിടിച്ചു, കെട്ടിപ്പിടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ രഞ്ജിത്ത് അല്ല പിടിച്ചിരിക്കുന്നത്, പെൺകുട്ടിയാണ് പിടിച്ചിരിക്കുന്നതെന്ന് രഞ്ജിത്ത് മൊഴി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ക്യാരവാനൊക്കെ കിട്ടി. ക്യാരവാനിന്റെ പരിശോധന നടത്തുന്നത് അതിന് വല്ലതും കിട്ടുമെന്ന് സംശയമാണ്. കാരണം അവർക്ക് 2 ദിവസമായിട്ട് ക്യാരവാൻ ഇല്ലായിരുന്നു, ഇന്നലെ ഒന്നും കിട്ടിയില്ല, കുറെ വൈകിട്ടാണ് കിട്ടിയത്. അപ്പൊ തെളിവുകളൊക്കെ നശിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. എന്തായാലും ഒരു അഭിനയം മോശമായ ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള ആവശ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് പലരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു പെൺകുട്ടി ട്രോമയിലായിരുന്നു, അതിനുശേഷമാണ് ഈ ഒരു കാര്യം എന്താ പറയാ പരാതിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതൊക്കെ. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ പോലും, നമ്മളൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇങ്ങനത്തെ കുറെ അവസ്ഥകൾ വരാം. ആ ഒരു സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ പോയി നമുക്ക് പരാതിപ്പെടാൻ പറ്റിയിരുന്നിരിക്കില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ആ പെൺകുട്ടിയിൽ ഒരു ജെനുവിനിറ്റി ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത് എന്റെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാക്കുക. പിന്നെ അല്ലെങ്കിൽ പഠിച്ച ആൾക്കാരായിരിക്കണം, കള്ളം പറഞ്ഞ് അങ്ങനെ നിൽക്കാനായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. പക്ഷെ എപ്പോഴാണെങ്കിലും ഒരു പൂട്ട് വീഴും. ഇപ്പൊ രഞ്ജിത്തിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിത്തിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആളിങ്ങനെ ചെയ്യാത്ത ആളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഒരു പ്രായമായി കഴിഞ്ഞ് അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് രഞ്ജിത്തിനോട് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ കാണിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, എത്ര കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല ഇങ്ങനത്തെ ഒരാള്. അതായത് ഇതില്ലാന്നുണ്ടെങ്കിൽ, രഞ്ജിത്തില്ലെങ്കിൽ എത്രയോ കുറെ ആൾക്കാർ നമ്മുടെ ഇന്നത്തെ കാലത്ത് യുവാക്കൾ എത്ര ആൾക്കാരുണ്ട് നന്നായിട്ട് കഥ എഴുതുന്നതും അല്ലെങ്കിൽ നന്നായിട്ട് സംവിധാനം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ആൾക്കാർ വന്ന് എഴുതിക്കോളും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിടവ് നികത്താനായിട്ട് നമുക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആ ഒരു വിടവ് നികത്താനായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിടവ് നമുക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ നമുക്ക് ആവശ്യമേ ഇല്ല. രഞ്ജിത്ത് ഇല്ല എന്നുണ്ടെങ്കിലും മലയാള സിനിമ പൊക്കോളും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ രഞ്ജിത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രഞ്ജിത്തിന്റെ പേരിൽ പരക്കുന്ന കുറെ കാര്യങ്ങൾ അത് മലയാള സിനിമേനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ആൾക്കൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോ ഒരു ഡ്രീം ആയിരിക്കാം. പക്ഷെ ഡ്രീം എന്നതിലുപരി ആള് കണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് അത് സഹായകമായേക്കും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ആള് പണ്ടത്തെ ചിന്താഗതിയിൽ
നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുണ്ടായി, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പണ്ട്, അതൊക്കെ ആൾക്കാർ ഇങ്ങനെയാട്ടോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, എനിക്ക് അറിയില്ല അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ സിനിമ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും ഒക്കെ ആ എന്താണ് നടി വഴങ്ങി കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോൾ സീൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മടിയിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്നുള്ളതൊക്കെയാണ് അവര് പറയുന്നത്. എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല, കാരണം പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സിനിമാ മേഖലയെ സംബന്ധിച്ച് എന്തെങ്കിലും ഗോസിപ്പുകളൊക്കെ വരാനാണെങ്കിൽ അതൊക്കെ പെട്ടെന്നാണ് സ്പ്രെഡായി പോകുന്നത്. പിന്നെ ഇവര് തമ്മിലുള്ള ഒരു മാനസിക അടുപ്പത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടുപ്പത്തിന്റെ ഒക്കെ പേരിൽ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് കുറച്ച് സിനിമകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ഷെയർ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ വന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ചിലപ്പോൾ ആൾക്കാരായിരിക്കാം ഈ രഞ്ജിത്തൊക്കെ. അപ്പോ അയാളും ഈ ഒരു പാത തന്നെ പിന്തുടരുന്നു എന്നുള്ളത്. കാലം മാറിയതൊക്കെ അറിഞ്ഞില്ല, അന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നും അങ്ങനെ ആയിരിക്കും. മീൻസ് ഒരാൾ അങ്ങനെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തന്നെ അവരും അങ്ങനെ തന്നെ വിചാരിച്ചു. ചിലപ്പോ 2-3 ആൾക്കാർ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിയിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ. ഈ ടീം രഞ്ജിത്തിനകത്ത് പെടുന്ന 1-2 ആൾക്കാരെ ഞാൻ സ്മരിക്കുകയായിരുന്നു. സിദ്ദിഖ്, അതേപോലെ തന്നെ മുകേഷ്, ഇവരെയൊക്കെ ഒരു സ്വഭാവ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് സെറ്റിൽ പോയി അങ്ങോട്ട് പോയി മുറിയിൽ തട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, പറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു അവകാശമായിട്ട് അവർ ആ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്തിരുന്ന പോയൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ആ കാലഘട്ടത്തിന്റെ വിഷയമായിരിക്കും. ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതികൾ. അത് പല സിനിമാക്കാരും പ്രതികരിക്കുന്ന കേൾക്കുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ പണം മുടക്കുന്നതേ ഇതിനാണെന്ന് തന്നെയാണ്. അതായത് ഒരു നടീനെ വേറെ വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് വിളിക്കുന്നതെന്നുള്ളതാണ് ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് കുറച്ച് ശരിയുണ്ട്, ഒരു മറുഭാഗം കൂടെ നമ്മൾ ആലോചിക്കണം. എല്ലാം അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഒരുപാട് ഇത്തരം നടിമാരെ സംബന്ധിച്ച് ഇങ്ങനെ കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കഥകളുടെ ഒന്നും വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അതൊക്കെ ഒരു വ്യക്തി അധിക്ഷേപമായി പോകും. അത്തരം കഥകളൊക്കെ കഥകളായി തന്നെ ഇരിക്കട്ടെ. പക്ഷേ രഞ്ജിത്തിന്റെ ഈ ഒരു കാര്യം, കാലം, ചിത്ര പറഞ്ഞ ആ കാലം കഴിഞ്ഞു. ഈ കാലത്തിൽ നിന്നും 2026 വണ്ടി കയറേണ്ട സമയമായി രഞ്ജിത്ത്. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പരസ്പരം ഓക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് ഏത് കാലത്തായാലും വിഷയമില്ല. പക്ഷെ ഈ കടന്നു പിടിക്കുന്നത്, നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ NN നമ്പ്യാരുടെ ഒക്കെ സ്റ്റൈലിൽ കയറി ഞാൻ ഭീകരജീവിയാണ് അല്ലെങ്കിൽ ഞാനൊരു വികാര ജീവിയാണെന്നൊക്കെ രീതിയിൽ കടന്നു പിടിച്ചിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. കാരണം അത് അന്ധകാലമല്ല ഇന്തകാലം. ഇന്തകാലത്തിൽ താങ്കൾ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലെല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് പെട്ടെന്ന് അങ്ങ് വരും. അന്നൊക്കെ ഈ ടെലിഗ്രാഫിന്റെ ഒക്കെ കാലമായതുകൊണ്ട് പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിങ്ങെത്തി നമ്മൾ അറിയാൻ സമയം എടുക്കുന്ന ഒരു കാലമാണ്. ഇന്നതല്ല. ഇന്ന് നമ്മളൊന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലായിടത്തും ചെല്ലും. അപ്പൊ ഇത്തരം വീഡിയോകളൊന്നും പുറത്തേക്ക് വരാതിരുന്നത് നന്നായി. കാരണം ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് അവർക്ക് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കുരുക്കാനാണ് എന്നുള്ളതായിരിക്കും ആദ്യമേ വിചാരിക്കുക. അപ്പൊ അതൊക്കെ അബദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് വീഡിയോ ഇല്ലെങ്കിൽ ഓക്കെ, ഇല്ല എന്നുള്ളത് തന്നെ വിചാരിക്കുക. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം രഞ്ജിത്തിന്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ കടന്നു പിടിച്ചാലാണ് അവർക്ക് ഒരു ഇതുള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു വൈബുള്ളു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതപ്രകാരം അവരോട് പറയാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് ഇങ്ങനെ കടന്നു പിടിക്കുന്നതാണ് എനിക്ക് താല്പര്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് അവര് സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫാന്റസി ഇത് ക്രിയേറ്റ് ചെയ്യാം. ഒരു വൈബിലല്ലോ. ഇപ്പൊ പറഞ്ഞിട്ട് കടന്നു പിടിച്ചു കഴിഞ്ഞാൽ സമ്മതമായില്ലേ. പറയാതെ കീഴ്പ്പെടുത്തുന്നത് അവരും അതേപോലെ അഭിനയിക്കാൻ തക്കവണ്ണമുള്ള ആൾക്കാരെ വേണം അവര് ചൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നടക്കുള്ളൂ. ഇല്ലാണ്ട് ആള് പറയണ പോലെ പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേന് ഇപ്പൊ എന്ത് വിശ്വസിച്ച ഒരാള് എന്താ പറയാ ഒരു ലോട്ടറി വെക്കാനായിട്ട് ഒരു ചേച്ചി വന്നു കഴിഞ്ഞാൽ അവരെയും കടന്നു പിടിക്കുമല്ലോ. അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഉള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒഴിവാക്കാനായിട്ട് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാർ വേണമെങ്കിൽ ടിപ്പായിട്ടോ എന്താണെങ്കിലും അവര് ഒരു
ഇത് ഫോളോ ചെയ്താൽ നന്നായിരിക്കും, ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ, ഇതിന്റെയൊക്കെ പുറകെ നടക്കണ്ടല്ലോ. ഈ അരുൺകുമാറിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇനി ദിലീപിനെ വിളിക്കേണ്ട ആവശ്യം വരില്ല. കറക്റ്റായിട്ട് അവരവരുടെ പേര് തന്നെ വിളിക്കുകയും ചെയ്യാം. ഇപ്പം സിനിമാ മേഖലയിലുള്ള ഒരാളായതുകൊണ്ടാണ് പെട്ടെന്ന് അയ്യോ ദിലീപിനെ കുറെ നാള് പറഞ്ഞാലോ എന്നാ പിന്നെ ദിലീപിനിട്ട് വെച്ചേക്കാന്ന് പറഞ്ഞ പോലെ. ദിലീപിനെ അറിയാമെങ്കിലോ രഞ്ജിത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഈ പരസ്യമായിട്ടുള്ള ലൂപ്പ് ആയതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മുടെ ഇപ്പൊ ഒരു ഓഫീസിലുള്ള കുറെ കാര്യങ്ങള് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് നമുക്കിപ്പൊ ഞാൻ വേറൊരാളുടെ അടുത്ത് എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അറിയാന്ന് പറയണ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആരും മിണ്ടണ്ട. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ അത് തെളിയിക്കുക, അവരെ ശിക്ഷിക്കുക, ഇത്ര മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് അതിനപ്പുറം നമുക്ക് ഈ ഒരു മേഖല അടിച്ചു വാരി അങ്ങ് നന്നാക്കാന്ന് വിചാരിച്ചാൽ പറ്റില്ല. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാ. അവര് തന്നെ വിചാരിക്കണം ഞങ്ങൾ ഇങ്ങനെയൊന്നും സ്ത്രീകളോട് കാണിക്കരുത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഡിസിപ്ലിനോട് കൂടി കൈകാര്യം ചെയ്യണം ഈ ഒരു ഇത്, ഞങ്ങൾ സിനിമാ മേഖലയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന വിധം കാണിക്കരുത് എന്നുള്ളത് അവരവരായിട്ട് തന്നെ തീരുമാനിച്ച് അവരവര് ആ ഒരു കലേനെ ആ ഒരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക. ഇല്ലാണ്ട് ഇമാതിരിയൊക്കെ കാണിച്ച് വെറുതെ ആ വില കളയാണ്ടിരിക്കുക. അത്ര മാത്രമേ പറയാം.